ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മാഗി നൂഡിൽസ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ചൈനീസ് മാഗി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ചൈനീസ് മാഗി നൂഡിൽസ്. കുതിർത്ത് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത സോയാ ചങ്കാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം എണ്ണയിൽ. സോയാ ചങ്ക് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചപ്പയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ പച്ചമുളകും ചുവന്ന മുളകും കൂടെ ചേർത്താണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അല്പം ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക ഒരു 2 മിനിറ്റ്. എന്നതിന് ശേഷം അടപ്പ് തുറന്ന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം. കാരണം ആ പീസെല്ലാം തന്നെ വെള്ളത്തിൽ കടന്ന് വേണം നല്ലപോലെ വേകാനായിട്ട്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ. പച്ചക്കറികൾ വെന്തതിന് ശേഷം മാഗി നൂഡിൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാഗിയുടെ ഓരോ ക്യൂബ് ഉണ്ടല്ലോ, ആ ക്യൂബ് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതെല്ലാം നന്നായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, എന്നാലേ അത് നല്ലപോലെ വേവുകയുള്ളൂ. നല്ലപോലെ അത് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതാക്കി മൂടി വെച്ച് വേവിക്കണം. അതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയതിന് ശേഷം അല്പം സോയ സോസ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ചില്ലി സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ടല്ല, അതുകൊണ്ട് ഞാൻ ചില്ലി സോസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അല്പം ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ചൈനീസ് ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടുകയുള്ളൂ. അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അല്പം മല്ലിയിലയും കൂടെ തൂവി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. കുട്ടികളും മുതിർന്നവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചൈനീസ് മാഗി നൂഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള പിള്ളേർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി വളരെ ടേസ്റ്റിയോടുകൂടി പിള്ളേരിരുന്ന് കഴിച്ചോളും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും അറിയിക്കുമല്ലോ. ഹായ് ഗൈസ്, ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ചൈനീസ് മാഗി നൂഡിൽസ് കഴിക്കാം.